ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഒരു കള്ളൻ മോഷ്ടിക്കാൻ വേണ്ടി ഒരു വീടിനകത്ത് കയറുന്നു. അവിടെ ആളില്ലെന്ന് വിചാരിച്ചാണ് കയറുന്നത്. പക്ഷെ അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ വീടിനകത്തൊരു കൊടിയ സൈക്കോ ഉണ്ടെന്ന്. ആ സൈക്കോ ആ വീട്ടുകാരെയെല്ലാം ബന്ധിച്ച് പീഡിപ്പിക്കുന്ന സമയത്താണ് ഇവനകത്ത് പെട്ടുപോകുന്നത്. ആ സൈക്കോയുടെ കണ്ണി പെടാനും പാടില്ല, ഈ വീട്ടുകാരെയെല്ലാം രക്ഷിക്കുകയും വേണം. ഇത് നടക്കുമോ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2009 റിലീസ് ചെയ്ത ദ കളക്ടർ എന്ന ഹൊറർ ക്രൈം സിനിമയെ കുറിച്ചിട്ടാണ്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു ഭാര്യയും ഭർത്താവും പാർട്ടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോഴാണ് ഭാര്യ ബെഡ്റൂമിൽ പുതുതായി വലിയൊരു പെട്ടി കാണുന്നു. ഇതാരാ അവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്നറിയില്ല. ആ പെട്ടിയിൽ ഒരു എഴുത്തുണ്ട്, ഫോർ ദ കളക്ഷൻ എന്ന്. ഈ പേപ്പർ എടുക്കുന്ന സമയത്ത് ആ പെട്ടി കടന്ന് അനങ്ങി വിറയ്ക്കുന്നു. ഇയാൾ തുറന്നു നോക്കവേ അതിനകത്തൊരു മനുഷ്യനുണ്ട്. അയാളുടെ അവസ്ഥ കണ്ട് ഈ അങ്കിളും ഭാര്യയും പേടിക്കുന്ന അതേ സമയത്ത് അവരെ പുറകിന്ന് ഏതോ ഒരാൾ പിടിക്കുന്നുണ്ട്. പിന്നീട് എന്താ സംഭവിച്ചെന്നറിയില്ല. അവിടുന്ന് സീൻ കട്ടായി. അടുത്ത സീനിൽ വലിയൊരു വീട് കാണിക്കുന്നു. പണക്കാരുടെ വീടാണ്. അവിടെ ഒരുപാട് ജോലിക്കാര് പുതുക്കി പണിയുന്ന ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെസ്റ്റോറേഷൻ. അതിലൊരാളാണ് നമ്മുടെ ഹീറോ. ഹീറോയുടെ ജോലി എന്ന് പറയുന്നത് കതവിന്റെ ലോക്കുകളും ജനലിന്റെ ലോക്കുകളെല്ലാം ശരിയാക്കുക. ഹീറോ സ്ട്രെയിഞ്ചായി വീടിന്റെ ചില മൂലകളിലേക്കൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല. ആ വീട്ടിലൊരു കൊച്ചു കുട്ടി ഉണ്ടാവും. ആ കുട്ടി ഹീറോയെ ചായ കുടിക്കാൻ വായോ, എൻ്റെ ടേബിളിലേക്ക് വായോ, നിങ്ങൾ എൻ്റെ ഗസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ കളിക്കുന്ന പോലെ ഹീറോയെ വിളിച്ചിരുത്തി ചായയൊക്കെ കൊടുക്കും. അപ്പോഴാണ് ആ കൊച്ചിൻ്റെ അച്ഛൻ വരുന്നത്. എന്താ പറ്റിയേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കും പുള്ളി. ഹീറോ പറയും, കുഴപ്പമൊന്നുമില്ല, അവൾ എന്നെ ചായ കുടിക്കാൻ വിളിച്ചാണ്. എനിക്കും ഇതേ പ്രായത്തിലൊരു കുഞ്ഞുണ്ട്, വർക്കെല്ലാം കഴിഞ്ഞു, ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചിട്ട് ഹീറോ അവിടെ നിന്ന് ഇറങ്ങും. ഇറങ്ങാൻ നേരം വീടിന് വെളിയിലായി ഒരു കടന്നൽ കൂട് ഹീറോ കാണുന്നുണ്ട്. അവിടെ വന്നിട്ടുണ്ടായിരുന്ന മറ്റ് ജോലിക്കാരോട് ഹീറോ ആ ഭാഗത്തൊരു കടന്നൽ കൂടുണ്ട് എന്ന് പറയും. അവരതിനെയൊക്കെ ക്ലീൻ ആക്കുന്ന ആൾക്കാരാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ആ ജോലിക്കാരി പെട്ട ആളല്ല ഹീറോ. ഹീറോ തനിച്ച് ലോക്കിന്റെ പണികളൊക്കെ എടുക്കുന്ന ആളാണ്. പുറത്തു വന്ന് വെയിറ്റ് ചെയ്യവേ ഈ ഫാമിലിയിൽ ഒരു ടീനേജ് പെൺകുട്ടിയുണ്ട്. അവൾ ഹീറോയുടെ കയ്യിൽ നിന്ന് നിർബന്ധപൂർവ്വം ഒരു സിഗരറ്റ് വാങ്ങി വലിച്ചിട്ട് വീടിനകത്തേക്ക് ഒളിച്ചു കയറിപ്പോകും. ഇവൾ കയറി വരുന്നത് അവളുടെ അമ്മ കാണുന്നുണ്ട്. അമ്മ അവളെ കൈയോടെ പിടിച്ച്, നീ ഞങ്ങളുടെ കണ്ണീന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണോ? വെക്കേഷന് നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ? നീ ഇല്ലാതെ പോകാൻ പറ്റില്ല എന്ന് പറയും. എന്നാൽ മോൾക്ക് ഇവരെ കൂടെ വെക്കേഷന് പോകാൻ താല്പര്യമില്ല. സംഭവം, ഈ കുടുംബം വെക്കേഷന് അവരെ നാട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് വീട് പുതുക്കി പണിയുന്നത്. അവിടെ എങ്ങനെ അമ്മയും മോളും തമ്മിൽ വഴക്ക്. അമ്മയെ കണ്ട അമ്മയാന്നൊന്നും പറയില്ല, ചേച്ചിയെ പോലെ ഉണ്ട്. എന്തായാലും അതിരിക്കട്ടെ. ഇവിടെ ഹീറോ ഓണറുടെ കയ്യിൽ നിന്ന് തന്റെ കൂലിപ്പണവും വാങ്ങിച്ച് ഒരു ഹോട്ടലിലേക്ക് വരും. അവിടെയാണ് അവന്റെ കുടുംബം ഉള്ളത്, കുഞ്ഞു മോളും ഭാര്യയും. ഭാര്യ ഹോട്ടലിലാൻ തോന്നുന്നുണ്ട് വർക്ക് ചെയ്യുന്നു. ഹീറോ വരുന്നതും കാത്ത് അവള് നിൽക്കുകയായിരുന്നു. നല്ല കലിപ്പിലാണ്. സംഭവം, ആർക്കോ ഇവര് വലിയ പണം കടമായിട്ട് കൊടുക്കാനുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഭാര്യ. എന്നാൽ ഹീറോയുടെ കയ്യിൽ അത്രയും പണമില്ല. ഏതോ വട്ടിപ്പലിശക്കാരാ. പണം കൊടുത്തില്ലെങ്കിൽ അവരുറപ്പായിട്ട് ഇവർ ഉപദ്രവിക്കും. കാര്യങ്ങൾ കൂടുതൽ വഷളാവും. ഇന്നെന്നെ പണം കൊടുക്കണം, വേറെ വഴിയില്ല. എന്താ ചെയ്യാന്ന് ഭാര്യ ചോദിക്കുമ്പോൾ, ഇന്ന് മിഡ്നൈറ്റിനുള്ളിൽ ഞാൻ പണം ശരിയാക്കി കൊണ്ടുവരാം, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഭർത്താവ് സമാധാനിപ്പിക്കും. എന്നിട്ട് ഭർത്താവ് ആരെയോ വിളിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആ വീട്ടിലേക്ക് കയറും. അവിടെയുള്ളവർ വെക്കേഷന് പോയി കഴിഞ്ഞു. ഞാൻ പറഞ്ഞ സാധനം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാം. എത്രയും പെട്ടെന്ന് നിങ്ങളെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് 2 റൗഡികളെ ഹീറോ മീറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ സംസാരത്തിൽ നിന്നാണ് മനസ്സിലാവുക, ഹീറോ ഇന്ന് ജോലിക്ക് പോയ വീട്ടിൽ ഒരു പ്രത്യേക സ്റ്റോൺ ഉണ്ട്. ഡയമണ്ട് സ്റ്റോൺ പോലത്തെ ഒരു സ്റ്റോൺ. അതിനൊരുപാട് വിലയാണ്. അവരുടെ പ്രത്യേക ലോക്കർ സേഫിനകത്താണത്. അത് ഹീറോ എവിടെയാണെന്ന് മനസ്സിലാക്കി. അവർ നാട് വിട്ടു പോകാൻ വേണ്ടി ഇവൻ കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രി എന്തായാലും അത് ചെന്നെടുക്കാം. 50-50 ആണ് ഇവർ ഷെയർ ചെയ്യാന്ന് പറയാ. പക്ഷെ ആ റൗഡികൾ സമ്മതിക്കില്ല. 60-40 ആക്കാന്ന് പറയും. ശരിയെന്ന് പറഞ്ഞ് ഹീറോ സമ്മതിക്കും. അവൻ എങ്ങനെയെങ്കിലും ഇന്ന് രാത്രിക്കുള്ളിൽ പണം കിട്ടിയാൽ മതി. അങ്ങനെ രാത്രി ആവുമ്പോൾ ഇവൻ ഒളിച്ചും പാത്തും ഒരു മുഖം മൂടിയിട്ട് ആ വീട്ടിലേക്ക് വരും. വീടിന്റെ പിറകു വശത്തൂടെയാണ് അവൻ കള്ളത്താക്കോലിട്ട് അകത്തേക്ക് കയറുന്നു. അകത്തേക്ക് കയറി 2ാം നിലയിലേക്ക് സ്റ്റെയർ കേസിലൂടെ നടക്കുമ്പോൾ ഒരു പടിയുന്ന് അതിന്റെ മര ഇളകിയിട്ടുള്ളതുകൊണ്ട് കിർക്കയെന്നൊരു ശബ്ദം വരും. ഇവനത് മൈൻഡാക്കാതെ വീണ്ടും അകത്തേക്ക് പോകുന്നു. വീട്ടിൽ ആരും ഇല്ലല്ലോ. നേരെ ചെന്ന് ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിരിക്കുന്ന കണ്ണാടിക്കടിയിലെ സേഫ് കണ്ടുപിടിക്കും. എന്നിട്ട് അതിൽ ഇവന്റെ ഒരു പ്രത്യേക ഡിവൈസ് വെച്ച് അതിന്റെ ശബ്ദം മനസ്സിലാക്കി ലോക്ക് തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റാരോ വീടിന്റെ കതക് തുറക്കുന്നതായി ഹീറോയ്ക്ക് മനസ്സിലാകും. ശബ്ദം കേൾക്കും. ആ കതക് തുറന്ന ആള് ഈ സ്റ്റെയർ കേസ് വഴി മുകളിലേക്ക് വരുന്നുണ്ട്.
നേരത്തെ കേട്ടില്ലേ കിർക്കോന്നൊരു ശബ്ദം. ആ ശബ്ദം കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് ഡെഫിനറ്റായിട്ട് മനസ്സിലായി ആരോ ഈ വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവൻ ഓടിച്ചെന്ന് മറ്റൊരു വശത്തൂടെ ഈ കയറിയ ആളുടെ കണ്ണിപ്പെടാതെ അവിടുന്ന് ഫ്രണ്ട് ഡോർ വഴി എസ്കേപ്പ് ആവാൻ നോക്കും. പക്ഷെ ആ ഫ്രണ്ട് ഡോറിൽ പുതിയ 4-5 ലോക്കുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിക്കുള്ളിൽ പണം കൊടുക്കണം. അതിന് ആ സ്റ്റോണ് എടുക്കാതെ വേറെ വഴിയില്ല. സോ ഇവൻ അത് ഇട്ടിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് ആ കയറി വന്ന ആള് കാണാതെ വീണ്ടും ഇവൻ സേഫിനടുത്തേക്ക് വരാണ്. തുറക്കാൻ ശ്രമിക്കുമ്പോൾ വെന്റിലേഷനിൽ കൂടെ ആരോ കരയുന്ന ശബ്ദം, ഒരാണും പെണ്ണും കരയുന്ന ശബ്ദം കേൾക്കാം. എന്താ സംഭവിക്കണമെന്ന് ഇവന് മനസ്സിലായില്ല. ഇവൻ ആദ്യം ഒരു ഭാഗത്ത് ചെന്ന് ഒളിച്ചിരിക്കും. അപ്പണ്ട് തൊട്ട മുറിയിന്ന് ശരീരമാസകലം വെട്ടിക്കീറിയ അവസ്ഥയിൽ ആ വീട്ടുടമസ്ഥൻ ഹീറോയുടെ മുന്നിലേക്ക് വന്ന് വീഴും. അയാൾ പേടിച്ച് കരയുന്നുണ്ട്. നീയാണോ ഇത് ചെയ്ത് എന്ന് ചോദിച്ചിട്ട്. പെട്ടെന്നാണ് അയാളുടെ കാലിൽ ഒരു കമ്പി കുടുങ്ങി. ആ കമ്പി അയാളെ മുകളിലേക്ക് വലിച്ചെടുത്ത് അവിടുന്ന് താഴേക്ക് പൊടുന്നനെ വീഴുന്ന ഈ വീണ ആളെ മുഖംമൂടി ധരിച്ചൊരു മനുഷ്യൻ അകത്ത മുറിയിലേക്ക് വലിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട്. എന്തോ വലിയ പണിയാണെന്ന് മനസ്സിലായിട്ട് ഹീറോ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. പക്ഷെ എല്ലാ ജനാലകളും പലകകൾ കൊണ്ട് അടിച്ച് ബന്ധനമാക്കിയിരിക്കുകയാണ്. ഇവൻ ഫോൺ എടുത്ത് ആരെങ്കിലും വിളിക്കാൻ നോക്കുമ്പോൾ ഫോണിൽ ആണി തറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവന്റെ ചെവിയിൽ കുത്തിക്കയറി. ആ വേദനയും സഹിച്ചു പിടിച്ച് ഇവൻ ആ പലകയെ കൂടെ പുറത്തേക്ക് കൈയിടാൻ നോക്കും. ആ പലകളിൽ ബ്ലേഡുകളുണ്ടായിരുന്നു. അതവന്റെ കൈ കുത്തിക്കയറും. കടിച്ചു പിടിച്ച് ഒച്ച വയ്ക്കാതെ അവൻ കൈ തിരിച്ചെടുത്ത് അവിടെ നിന്ന് അടുത്ത മുറിയിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് നൂല് കെട്ടിവെച്ചിരിക്കുന്ന കാണാം. അതിലൊരു കെണിയുണ്ട്. അങ്ങനെ ആ വീട് നിറച്ചും കെണികൾ, പലതരം കെണികൾ വെച്ചിരിക്കുക. ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. രക്ഷപ്പെടാൻ നോക്കി എന്തിലേലും പെട്ട് ചത്തുവോ. ഈ സമയത്ത് ആ സൈക്കോ, മുഖംമൂടിയിട്ട സൈക്കോ ആരെയോ അന്വേഷിച്ച് നടക്കുന്നുണ്ട് വീട് മുഴുവൻ. ഹീറോ അവന്റെ കണ്ണി പെടാതെ ബേസ്മെന്റ് ഡോറ് തുറന്ന് അതിനകത്തേക്ക് വരും. അപ്പോഴാണ് ഈ വീട്ടുടമസ്ഥന്റെ മുഖവും ശരീരവും എല്ലാം കീറി കണ്ണെല്ലാം കുത്തി പൊട്ടിച്ച് ഒരു ഭാഗത്ത് അയാളെ കെട്ടിവെച്ചിരിക്കുന്നതായിട്ട് ഹീറോ കാണും. അനങ്ങാൻ പറ്റുന്നില്ല. ശരീരമാസകലം രക്തം. ഹീറോയെ കണ്ട് അയാളെ പേടിക്കുമ്പോൾ ഹീറോ ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വന്ന അയാളെ മോളിലുണ്ട്. നിങ്ങളുടെ ഭാര്യയും മോളും എവിടെയാണെന്ന് ചോദിക്കും. അയാൾക്ക് മോൾ എവിടെ പോയി എന്നറിയില്ല. ഭാര്യ തൊട്ടടുത്ത മുറിയിലുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയും എൻ്റെ തോക്കുണ്ട് ബെഡ്റൂമിൽ, സേഫിനകത്താണ് ആ തോക്ക്, അതെടുക്കൂ. ഡ്രോയറിലാണ് അതിന്റെ ബുള്ളറ്റ്സ് ഉള്ളത്. അതാ കില്ലർക്ക് അറിയില്ല. തോക്കെടുത്താലേ നിനക്ക് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ ഹീറോ ആ സേഫിന്റെ ലോക്ക് നമ്പർ എത്രയാണെന്ന് ചോദിക്കും. അത് അയാൾ പറഞ്ഞു കൊടുക്കും. എന്റെ ഭാര്യ അടുത്ത മുറിയിലുണ്ട്, അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. ഹീറോ അടുത്ത മുറി ചെന്ന് നോക്കുമ്പോൾ ആ പെണ്ണിന്റെ കണ്ണും വായൊക്കെ കെട്ടിവെച്ചിരിക്കുക. വായിലെ കെട്ടവൻ അഴിച്ചു കൊടുക്കും. പക്ഷെ കണ്ണിലെ കെട്ടഴിച്ചാൽ അത് പിന്നിട്ട് മുറുക്കിയിരിക്കുകയാണ്. അവളുടെ നെറ്റിഭാഗം കീറിപ്പോകും. സോ ഹീറോ ആ പെണ്ണിനോട് സമാധാനിക്കൂ, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം, മോൾ എവിടെയാണെന്ന് ചോദിക്കും. ആ വീട്ടമ്മ പറയും മോൾ ഇനിയും സൈക്കോയുടെ കയ്യിൽ പിടികിട്ടിയിട്ടില്ല. അവൾ കുഞ്ഞുകുട്ടിയായതുകൊണ്ട് എവിടെയൊക്കെയോ ഒളിച്ചിരിക്കുകയാണ്. അവളെ തേടിയാണ് ഈ സൈക്കോ നടക്കുന്നത്. അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തൂ. ഹീറോ പറയും പേടിക്കണ്ട, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം. ഇപ്പൊ മോളെ കണ്ടുപിടിക്കണമെങ്കിൽ അവന്റെ ശ്രദ്ധ തിരിക്കണം. നിങ്ങളൊന്ന് ഒച്ച വെച്ച് കരയൂ. അവൻ താഴത്തേക്ക് വരുന്ന സമയം നോക്കി ഞാൻ മുകളിലേക്ക് ചെല്ലാം. ഇതേ ഇപ്പൊ വഴിയായിട്ടുള്ളൂ. ആ വീട്ടമ്മ ഇവൻ പറഞ്ഞതുപോലെ ഒച്ച വയ്ക്കും. ഒച്ച കേട്ട് സൈക്കോ താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയം നോക്കി ഹീറോ വീടിന്റെ മുകളിലേക്ക് ചെല്ലും. ഈ താഴേക്ക് വന്ന സൈക്കോ വീട്ടമ്മയുടെ നാക്കിന്റെ ഒരു ഭാഗം കണ്ടിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ സേഫ് തുറന്ന് ഗണ്ണ് കയ്യിലെടുത്തു. അവൻ അന്വേഷിച്ച് വന്ന സാധനവും ആ സ്റ്റോണും ഈ സേഫിനകത്തുണ്ടായിരുന്നു. അത് അവനെടുക്കും. എന്നാൽ ബുള്ളറ്റ്സ് കാണുന്നില്ല. എവിടെ തപ്പിയിട്ടും ബുള്ളറ്റ്സ് കാണുന്നില്ല. അപ്പോഴാണ് കബേർഡിനകത്തൊരു പെട്ടി ഹീറോ കാണുന്നത്. അത് തുറന്ന് നോക്കവേ നമ്മൾ ഈ പടത്തിന്റെ ആദ്യം കണ്ടില്ലേ ആ അങ്കിള്, നിങ്ങൾ എങ്ങനെ ഇതിനകത്ത് പെട്ടു എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അയാൾ പറയും ആ സൈക്കോ കൂടുള്ള എല്ലാവരെയും കൊല്ലും, എന്നിട്ട് ആരെങ്കിലും ഒരാളെയാണ് കളക്ട് ചെയ്ത് കൊണ്ടുപോവുക. അങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് എന്നെയാണ് അവൻ കളക്ട് ചെയ്ത്. ഈ വീട്ടിൽ അവന് വേണ്ടാത്ത എല്ലാവരെയും കൊന്നിട്ട് ഒരാളെ മാത്രം അവൻ കളക്ട് ചെയ്ത് കൊണ്ടുപോകും. എന്നെ രക്ഷപ്പെടുത്തൂ എന്ന് പറഞ്ഞ് ഇയാൾ കരയുന്നുണ്ട്. എന്നാൽ സൈക്കോ വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഹീറോ അയാളെ പഴയപടി പൂട്ടി വെച്ചിട്ട് അവിടുന്ന് അടുത്ത മുറിയിലേക്ക് കടക്കും. അവിടെയാണെങ്കിൽ ഈ എലിയെ പിടിക്കാൻ ഒഴിക്കുന്ന പശ അത് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിലിവന്റെ 2 കാലും കുടുങ്ങും. ഒരു പൂച്ചയും നേരത്തെ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടാവും. ഈ പൂച്ച കരയുന്ന ശബ്ദം കേട്ട് ഈ മുറിയിലെ തടവുടെ മറ്റു ശബ്ദങ്ങളും കേട്ട് സൈക്കോ ആ മുറിയിലേക്ക് വരുന്നുണ്ട്. സോ സൈക്കോ തന്നെ കാണാതിരിക്കാൻ, താൻ അവിടെ ഉണ്ടെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഹീറോ ആ പൂച്ചേനെ എടുത്ത് ജനാലയിൽ അടിച്ച് കൊന്നുകളയും. എന്നിട്ട് ഈ സൈക്കോ വരുന്ന സമയത്ത് ഒരു ഭാഗത്തേക്ക് മാറി മറിഞ്ഞ് കിടക്കുകയാണ്. സൈക്കോ വന്ന് നോക്കുമ്പോൾ പൂച്ചയാണ് ചത്തെടുക്കുന്നത്. സോ അതിന്റെ ശബ്ദമാണെന്ന് അയാൾ വിചാരിക്കും. ഹീറോ ആ മുറിയിൽ ഒരു പിന്നെടുത്തോണ്ട് വന്ന് ഈ സൈക്കോ കാണാതെ വീട്ടമ്മയുടെ കണ്ണിലെ കെട്ടഴിച്ചു കൊടുക്കും. അപ്പൊ ഈ വീട്ടമ്മ തന്റെ ഭർത്താവ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോ ഭർത്താവിനൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ ആദ്യം നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോവാം, ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല, നിങ്ങൾ എന്റെ പുറകെ വരൂ, എങ്ങോട്ട് ശ്രദ്ധിക്കരുത്, ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാവൂ എന്ന് പറഞ്ഞ് ഹീറോ ആ പെണ്ണിനെ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. പോകുന്ന വഴിക്കാണ് അതിന്റെ ഭർത്താവിനെ ഈ സൈക്കോ വയറ് കീറി കൊന്ന് കെട്ടിത്തൂക്കിയിരിക്കുന്നത് ഈ പെണ്ണ് കാണുന്നു. ഹീറോ അത് നേരത്തെ കണ്ടതാ.
ഈ പെണ്ണ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തന്റെ പുറകിലൂടെ വരാൻ പറഞ്ഞു. എന്നാൽ ഭർത്താവിനെ കൊന്ന് ഇട്ടിരിക്കുന്ന കാണുന്ന പെണ്ണ് പേടിച്ച് എന്നെ വിടുകയെന്ന് പറഞ്ഞ് ഹീറോയെ തള്ളിവിട്ട് മുകളിലേക്ക് ഓടിപ്പോവാണ്. ഹീറോ വേണ്ടാന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ പെണ്ണ് കേൾക്കാതെ മുകളിലേക്ക് ഓടിപ്പോയതുകൊണ്ട് കറക്റ്റ് ആ സൈക്കോടെ കണ്ണിപ്പെട്ട് അവൻ അറഞ്ചം പുറഞ്ചം കുത്തി ഈ പെണ്ണിനെ നിലത്തേക്കിടും. അപ്പോഴേക്കും ഹീറോ ഒരു ഭാഗത്തേക്ക് വന്ന് ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ സൈക്കോടെ അരയിൽ താക്കോലുള്ളതായിട്ട് ഹീറോ കാണും. ഒരു വൃത്തികെട്ട മുഖം. അവരുടെ മാസ്ക് കണ്ടാൽ തന്നെ പേടിയാവും. ഹീറോയെ ഈ സൈക്കോ കാണുന്നില്ല. അവൻ ആ വീട്ടമ്മയുടെ ബോഡിയും വലിച്ചെടുത്തോണ്ട് പോവാണ്. അവൻ മാറിപ്പോയ ഉടനെ എങ്ങനെയെങ്കിലും ജനാല തുറക്കാൻ നോക്കുന്നുണ്ട് ഹീറോ. ഈ സമയത്താണ് ആ ടീനേജ് പെൺകുട്ടി, ഈ വീട്ടിലെ ടീനേജ് പെൺകുട്ടി, അവൾ കാമുകന്റെ കൂടെ പുറത്തു പോയതായിരുന്നു. അവൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഹീറോ ജനാലെ കൂടെ വിളിച്ചു പറയുന്നുണ്ട് അകത്തേക്ക് വരല്ലേ അകത്തേക്ക് വരല്ലേ എന്ന്. പക്ഷെ ആ പെണ്ണിന് കേൾക്കുന്നില്ല. അവള് ഫ്രണ്ട് ഡോർ തുറക്കാൻ നോക്കും, നടക്കുന്നില്ല. അവളെ വിചാരം അച്ഛനും അമ്മയൊക്കെ വെക്കേഷന് പോയി കഴിഞ്ഞു എന്നാണ്. വീട്ടിൽ ആരുമില്ല, പിറകു വശത്തൂടെ നമുക്ക് അകത്ത് കയറാന്ന് പറഞ്ഞ് ഇവള് പുറകിലെ ഡോറും തുറന്ന് കാമുകന്റെ കൂടെ അകത്തേക്ക് കയറുന്നു. ഈ സൈക്കോ തൊട്ടടുത്തിരിപ്പുണ്ട് ഇവരുടെ ചെയ്തികളും കണ്ട്. ഈ കാമുകന്മാരാണെങ്കിൽ ഭയങ്കര പ്രണയത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൈക്കോ കുറച്ചു നേരം ഈ ലവേഴ്സിന്റെ പ്രണയം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഹീറോ അവനെ കാണാതെ അവന്റെ അടുത്തേക്ക് വരും. അവൻ അറ്റാക്ക് ചെയ്യാനോ ഇവരെ രക്ഷപ്പെടുത്താനോ വേണ്ടിയിട്ടാണത്. പക്ഷെ അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ഈ പെൺകുട്ടി സൈക്കോനെ കണ്ട് നിലവിളിക്കും. ഉടനെ സൈക്കോ കയ്യിൽ കത്തിയായിട്ട് എഴുന്നേറ്റ് വരുന്നു. കാമുകൻ തടയാൻ നോക്കുമ്പോൾ കാമുകന്റെ കൈയിൽ കുത്തി ഒരൊറ്റ ചവിട്ടാണ്. അവൻ പുറകെ ചെന്ന് ആ വലിയ കെണികൾ അതിലേക്ക് വീണ് ശരീരം മുഴുവൻ ഞെരുങ്ങി അമർന്ന് മരണപ്പെടും. അപ്പൊ ഈ കാമുകന്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നു. അത് തെറിച്ച് വീഴവേ ഹീറോ അതെടുത്ത് 911 കോൾ ചെയ്യും. കോൾ ചെയ്ത് ഫോൺ താഴെയിട്ട് അവിടെ നിന്ന് ഓടിപ്പോകും. ശരിക്കും എമർജൻസിക്ക് വിളിച്ചാൽ മതി, റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെന്തായാലും എത്തും. ഹീറോ ഓടി മോളിൽ ചെന്ന് അവിടുത്തെ അലാം ഓണാക്കും. ഈ അലാമിന്റെ ശബ്ദം കേട്ട് സൈക്കോ മുകളിലേക്ക് വരുന്നുണ്ട്. സൈക്കോ മുകളിലേക്ക് വന്ന സമയം നോക്കി ഹീറോ താഴേക്ക് ഇറങ്ങി ആ കെട്ടിവെച്ചിരുന്ന പെണ്ണിനെ കെട്ടഴിച്ച് രക്ഷപ്പെടുത്തി. എന്നിട്ട് വായോ, ഇവിടെ നിൽക്കണ്ട, ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ പറയുന്നത് മാത്രം കേൾക്ക്, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം എന്ന് പറയുമ്പോൾ ഈ പെണ്ണ് ഇവനെ കണ്ട് പേടിക്കും. ഇനി ഒരു പക്ഷെ ഇവനാണോ കില്ലർ, എന്റെ കുടുംബം എവിടെ, നീയാണോ ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ നോക്കിയെന്ന് പറഞ്ഞ് ഇവൾ അടുത്തിരുന്ന ഒരു കത്രിക എടുത്ത് ഹീറോയ്ക്ക് നേരെ എറിയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ കത്രികയും ട്രാപ്പായിരുന്നു. അതെടുത്ത ഉടനെ കമ്പി കുടുങ്ങി ഇവള് വലിഞ്ഞ് ആണി തറച്ച ചോരിലേക്ക് അടിച്ചു കയറി മരണപ്പെടും. അങ്ങനെ ആ പെണ്ണും മരിച്ചു. ഇനി രക്ഷപ്പെടുത്താനുള്ളത് പെട്ടിയിൽ അടച്ചു വെച്ചിരുന്ന അങ്കിളിനെയാണ്. അങ്കിളിനെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി ഹീറോ പൊക്കി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അയാളുടെ കൈയും കാലെല്ലാം ലോക്ക്ഡാണ്. ശരീരത്തിന് ആരോഗ്യവുമില്ല. അപ്പോഴേക്കും സൈക്കോ അങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. ഇയാളെ രക്ഷപ്പെടുത്താൻ നോക്കിയ താനും കുടുങ്ങുമെന്ന് മനസ്സിലാക്കിയിട്ട് ഹീറോ ഗ്ലാസ് പൊട്ടിച്ച് അവൻ മാത്രം അവിടുന്ന് രക്ഷപ്പെട്ടു ഓടാൻ നോക്കവെയാണ് ജനാലെ കൂടെ ആ പെൺകുട്ടി, ആ കൊച്ചുകുട്ടിയെ ഹീറോ കാണുന്നു. അവൾക്ക് ജീവനുണ്ട്. ആ കുട്ടി അങ്ങനെ വിട്ടിട്ട് പോകാൻ ഹീറോയ്ക്ക് മനസ്സില്ല. അവസാനം അവളെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ഹീറോ വീണ്ടും തിരിച്ച് ആ വീടിനകത്തേക്ക് കയറുന്നു. ഈ സമയത്ത് സൈക്കോയുടെ കയ്യിൽ ആ കുട്ടി പെട്ടു. കറക്റ്റ് ആ കുട്ടിയെ പിടിക്കാൻ നേരം ഹീറോ പുറകീന്ന് വന്ന് ഈ സൈക്കോയെ തള്ളി മാറ്റി കൊച്ചിനെ എടുത്തുകൊണ്ട് അടുത്ത മുറിയിലേക്ക് ഓടിക്കയറും. എന്നിട്ട് ആ മുറിയിൽ വെള്ളം തള്ളിയിട്ട് ആ വെള്ളത്തിൽ കറണ്ട് വയറും കൊടുത്തിട്ട് ഈ സൈക്കോനൊരു ട്രാപ്പ് സെറ്റ് ചെയ്യാണ്. പക്ഷെ സൈക്കോ അതിനേക്കാളും വിവരമുള്ള മനുഷ്യനായിരുന്നു. അവൻ ഈ അങ്കിളിനെ ആ വെള്ളത്തിലേക്ക് തള്ളിയിടും. അയാളും മരണപ്പെട്ടു. എന്നിട്ട് ഇവരെ പിടിക്കാൻ ഓടി വരികയാണ്. ഹീറോ കൊച്ചിനെ എടുത്തുകൊണ്ട് അടുത്ത മുറിയിലേക്ക് ഓടിക്കയറും. ആ മുറിയിൽ ലോണ്ട്രിയിലേക്ക് തുണികൾ ഇട്ടു കൊടുക്കുന്നൊരു ഹോളുണ്ട്. അതിലൂടെ ഈ കൊച്ചിനെ താഴത്തേക്ക് കടത്തിവിട്ടു. ഹീറോ ഇറങ്ങുമ്പോഴേക്കും സൈക്കോ ഹീറോയെ പിടിച്ചു കഴിഞ്ഞു. രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞാടി. അതിനിടയ്ക്ക് ഈ സൈക്കോയുടെ മുഖം ഹീറോ കാണുന്നുണ്ട്. അപ്പോഴേക്കും അവന്റെ ബോധം പോയി. ബോധം വരുമ്പോൾ മീൻ കൊളുത്ത് കയ്യിലും പുറത്തും കുടുക്കി ഹീറോയെ കെട്ടിവെച്ചിരിക്കുകയാണ് ഈ സൈക്കോ. പോരാത്തതിന് അവന്റെ ശരീരം മുറിച്ച് അതിൽ പാറ്റകളെ കൊണ്ട് അയാൾ കടിപ്പിക്കും. ഒരു കൊടിയ സൈക്കോ. ഈ സമയത്ത് എമർജൻസി വിവരം അറിഞ്ഞിട്ട് ഒരു പോലീസുകാരൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഒരു പോലീസേ വരുന്നുള്ളൂ. എന്താണാവോ കുഴപ്പമെന്ന് നോക്കാൻ വേണ്ടി. ഇയാൾ ജനാലെ കൂടെ ടോർച്ചടിച്ച് നോക്കവേ ഒരു ബോഡി അകത്ത് കിടക്കുന്ന കാണും. പുള്ളിക്കാരൻ ഗണ്ണെടുത്തോണ്ട് വീടിന്റെ പുറകിലേക്ക് വരുന്നുണ്ട്. പോലീസ് വന്ന വിവരം അറിഞ്ഞിട്ട് സൈക്കോ സ്റ്റൈലായി കത്തിയും കയ്യിൽ പിടിച്ച് വീടിന് വെളിയിലേക്ക് നടന്നു വരുന്നു. പോലീസിന്റെ കയ്യിൽ ഗണ്ണുണ്ട്. ഇവൻ ആ കത്തി താഴിട്ട് കൈ ഞൊടിക്കവേ ഇവന്റെ വളർത്തുപട്ടി പോലീസിന്റെ നേരെ ചാടി വീഴും. കഴുത്തി കടിച്ച് ആ പട്ടി പോലീസുകാരനെയും കൊന്നുകളയാണ്. ഈ സമയത്ത് അകത്ത് കെട്ടിവെച്ചിരുന്ന ഹീറോ തന്റെ എല്ലാ മീൻ കൊളുത്തിൽ നിന്നും ശരീരം വലിച്ചു പറിച്ച് പുറത്തേക്കെടുക്കും. എന്നിട്ട് ഈ കൊച്ചിനെയും കൊണ്ട് ആ ലോണ്ട്രി ഹോള് വഴി മുകളിലേക്ക് കടക്കുകയാണ്. എന്നാൽ സൈക്കോ ഇവരെ പിടിക്കാൻ വേണ്ടി അയാളുടെ പട്ടിയെ മണപ്പിച്ച് പറഞ്ഞു വിടുന്നുണ്ട്. ഹീറോ ഒരു ബക്കറ്റിൽ തീ കൊളുത്തി അത് പട്ടിയുടെ മുഖത്ത് വെച്ച് ഈ സൈക്കോയുടെ നേരെ തിരിച്ചു പറഞ്ഞു വിടും. ഒരു സെക്കൻഡ് സൈക്കോയുടെ ശ്രദ്ധ മാറുന്ന സമയം ഹീറോ അവന്റെ മേലേക്ക് ചാടി വീണ് രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റ്. ഈ അടിയുടെ ഇടയിൽ അവന്റെ കയ്യിൽ നിന്ന് താക്കോലും എടുത്ത് ഹീറോ ഓടി വന്ന് കതക് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും കയ്യിൽ തോക്കുമായി സൈക്കോ അവരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. രണ്ടുപേരും തല കുനിച്ചിരിക്കും. ഈ സൈക്കോ അവർക്ക് നേരെ വെടിവെക്കുന്നു. ഭാഗ്യത്തിന് വെടിവെച്ചത് കണ്ണാടിയിലായിരുന്നു. ഈ സൈക്കോന് നേരെ കണ്ണ് കാണില്ല എന്നുള്ളത് ഹീറോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് അവനെതിരെ കണ്ണാടി വെച്ച് കൊടുക്കുകയായിരുന്നു ഹീറോ. ഇയാൾ ആ കണ്ണാടിയിൽ ഷൂട്ട് ചെയ്ത് നിൽക്കവേ ഇയാൾ തന്നെ സെറ്റ് ചെയ്തൊരു ട്രാപ്പ് ഹീറോ മറിഞ്ഞിരുന്ന് കട്ട് ചെയ്ത് കളയും. അത് ഈ സൈക്കോയുടെ മേലെ വീണ്
അവൻ ശരീരമാസകലം കുത്ത് കിട്ടിക്കിടക്കുകയാണ്. ഈ സമയത്ത് ഹീറോ കൊച്ചിനെയും കൊണ്ട് വീടും തുറന്ന് വെളിയിലേക്ക് ഓടി രക്ഷപ്പെടും. ഭാഗ്യത്തിന് എമർജൻസി വിവരം അറിഞ്ഞ് വന്ന ഒരുപാട് പോലീസുകാരുടെ അടുത്തേക്കാണ് ഇവർ ചെന്ന് വീഴുന്നത്. അങ്ങനെ ആ കൊച്ചും ഹീറോയും മാത്രം രക്ഷപ്പെട്ടു. ഈ സൈക്കോ എല്ലാം കഴിഞ്ഞ് വീട് കത്തിച്ച് കളയാൻ വേണ്ടി സെറ്റ് ചെയ്തിരുന്നു. അതങ്ങനെ സമയമാവുമ്പോൾ വീട് ആളി കത്താൻ തുടങ്ങും. പോലീസുകാര് നിനക്കത് ആരാണെന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ അറിയാം, ഞാൻ അവന്റെ മുഖം കണ്ടിരുന്നു എന്ന് പറയും. കാലത്ത് ഈ വീട്ടിലേക്ക് ജോലിക്ക് വന്ന ആ ട്രാപ്പ് കമ്പനി ആൾക്കാരിൽ ഒരുത്തനാണത്. അപ്പോൾ ഒരു ലേഡി പോലീസ് വന്നിട്ട് ആ മാസ്റ്റർ ട്രാപ്പ് കമ്പനിയുടെ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞു സാർ, ഒരു ടീം അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് പറയും. ഇവരിറങ്ങി പോകാൻ നിൽക്കവേ ഹീറോ പോക്കറ്റിൽ നിന്ന് തനിക്ക് കിട്ടിയ ആ സ്റ്റോൺ എടുക്കുന്നുണ്ട്. സോ അവസാനം വരെ ആ സ്റ്റോൺ ഹീറോ കീപ്പ് ചെയ്തിരുന്നു. ഇനി അത് വിറ്റവന്റെ കടമെങ്കിലും വീട്ടാം. അങ്ങനെ അവിടെ വെച്ച് ദ കളക്ടർ എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സുലട്ടുമാസ്.